ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളതായ ഒരു കുഞ്ഞുടുപ്പാണ് നമ്മൾ തയ്ച്ചെടുക്കാൻ പോകുന്നത്. ന്യൂ ബോൺ ബേബീസിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2 തുണിയാണ്. ഒരു ഗ്രീനും അതുപോലെ തന്നെ വൈറ്റിൽ മിക്സ്ഡ് ആയിട്ടുള്ള ലൈൻസ് വരുന്നൊരു തുണിയാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഉടുപ്പ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലൈനിങ്ങിലാണ് മാർക്കിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ പീസ് തുണി വെച്ചിട്ട് 3 പാർട്ടായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു 1 to 2 years ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന മെഷർമെൻറ്റാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ് എല്ലാം തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട് കർവ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈനിങ് എപ്പോഴും നമ്മുടെ മെയിൻ പീസിനെക്കാട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കുറവായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്യുവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇനി ഗ്രീൻ പീസ് യോക്ക് പോർഷനിലേക്ക് വരുന്ന പീസാണ്. കറക്റ്റ് നമ്മുടെ ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ യോക്ക് പോർഷന് താഴെയായിട്ട് ഒരു ബോട്ടം പീസ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതിനും താഴെയായിട്ട് ഈ ഗ്രീൻ പീസ് തന്നെ ഫ്രിൽഡായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല ഭംഗിയുള്ള മോഡൽസ് തയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ബോട്ടം പീസും അതിൻ്റെ താഴേക്കായിട്ട് ഗ്രീന് ഫ്രിൽഡായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ യോക്ക് പീസ് വെക്കുന്നത്. നമ്മൾ കെട്ടുടുപ്പ് പോലെയാണ് തയ്ച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കെട്ടുടുപ്പിന് വേണ്ടതായ വള്ളി ആദ്യം അടിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ആദ്യം തന്നെ യോക്ക് പോർഷനിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂലൊന്നും പുറമെ കാണാതെ നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നെക്കും ഷോൾഡറും ഒരുമിച്ചാണ് അടിച്ചു കൊടുക്കുന്നത്. ചെറിയ കട്ട്സ് ഇട്ടിട്ട് നമ്മൾ മറിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളുടെ യോക്ക് പോർഷനായിട്ട് നമ്മുടെ ബോട്ടം പീസ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഫ്രോക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ആ യോക്ക് പോർഷനായിട്ട് ബോട്ടം പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളതായി കെട്ടുടുപ്പ് എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ന്യൂ ബോൺ ബേബീസിനൊക്കെ എന്തായാലും നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളതായൊരു കെട്ടെടുപ്പ് കുറച്ച് സമയം കൊണ്ട് നല്ല ഭംഗിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന നല്ല ഒരു മോഡലാണ്. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള. നൂലൊന്നും പുറമെ കാണാത്ത രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്രണ്ടും ബാക്കൊന്നും ഒരു ഡിഫറൻസ് ഇല്ല, രണ്ടും സെയിം ആണ്. അപ്പോൾ ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് മാറി മാറി ഇടാം. അങ്ങനെ നല്ലൊരു ഉടുപ്പ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിലെ അടിപൊളി ഐറ്റമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.